ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരാളെ പരിചയപ്പെട്ടാലോ? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ലോ ബഡ്ജറ്റിലും മീഡിയം ബഡ്ജറ്റിലും ഹൈ ബഡ്ജറ്റിലൊക്കെ വീടെടുക്കുന്ന ഒരാളാണ്. സെയിൻ ബിൽഡേഴ്സിൻ്റെ CEO ഷംസുദ്ദീൻ. അദ്ദേഹത്തിൻ്റെ വീട് വരുന്നത് പെരിന്തൽമണ്ണയാണ്, ഓഫീസ് വരുന്നത് പെരിന്തൽമണ്ണയാണ്. അദ്ദേഹം ചെയ്ത വർക്കാണ് നമ്മളിന്ന് ഹോം ടൂർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ പറശ്ശിനിക്കടവ് എന്ന സ്ഥലത്താണ്. സുബിൻ CK മിഥുന ദമ്പതികളുടെ വീടാണ് നമ്മളിന്ന് ഹോം ടൂർ ചെയ്യുന്നത്. 12 സെന്റിൽ 2700 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ സെയിൻ ബിൽഡേഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ ഏറ്റവും മിനിമം സ്ക്വയർ ഫീറ്റ് റേറ്റ് 1700 ആണ്. അതായത് 1000 സ്ക്വയർ ഫീറ്റിന്റെ വീട് ഇവരെടുക്കാൻ 17 ലക്ഷം രൂപയാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ ക്ലയൻസിന്റെ റിക്വയർമെന്റ്സ് പ്രകാരം ചാർജ് കൂടിയും കുറഞ്ഞും ഇരിക്കും. അപ്പോൾ ഇത്തരം വീടുകൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% സെയിൻ ബിൽഡേഴ്സുമായി ബന്ധപ്പെടാം. അവരുടെ നമ്പറൊക്കെ വിളിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കറക്റ്റ് റോഡ് ലെവലിൽ തന്നെയാണ് വീട് നിൽക്കുന്നത്. നല്ല കിടിലം പ്ലോട്ടാണ്. 12 സെന്റിലാണ് ഈ വീട് നിൽക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും, കംപ്ലീറ്റ് സ്ലോപ്പ് പ്രൂഫ്ഡാണ്. അതൊരു കേരള സ്റ്റൈൽ വീട് തന്നെ നമുക്ക് പറയാൻ പറ്റും. കംപ്ലീറ്റ് കോൺക്രീറ്റിൽ ഓടൊക്കെ ചെയ്തിട്ട് ഫുള്ള് സ്ലോപ്പ് പ്രൂഫിലാണ് ചെയ്തിട്ട്, എവിടെയും ഫ്ലാറ്റ് ചെയ്തിട്ടില്ല. സെൻറ്ററിൽ സിറ്റൗട്ട് വരുന്ന രൂപത്തിൽ, അടിയിലാണെങ്കിൽ നീളത്തിൽ സിറ്റൗട്ട് വരുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഗേറ്റ് ആണെങ്കിൽ ഒരു ഭാഗം ഓപ്പണബിളും ഒരു ഭാഗം സ്ലൈഡിങ്ങുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒക്കെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇവരുടെ വർക്കിൻ്റെ പ്രത്യേകത, സെയിൻ ബിൽഡേഴ്സിൻ്റെ വർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ടോട്ടൽ വർക്ക് എടുക്കുന്നത്. ഇപ്പോൾ ഈ കോമ്പൗണ്ട് വാൾ ആണെങ്കിലും ഗേറ്റ് ആണെങ്കിലും ഈ ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും ഇൻ്റർലോക്ക് ആണെങ്കിലും ഒക്കെ അവർ ചെയ്ത് കൊടുക്കുന്നതാണ്. അവരെ നമുക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. ഫുൾ പ്രൊജക്റ്റ് അവർ തന്നെ കംപ്ലീറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരാൻ തന്നെ കാരണം ഈ ഒരു വീട് നമുക്ക് ഷൂട്ട് ചെയ്യാന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ സിറ്റൗട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിറ്റൗട്ട് നല്ല ലെങ്തി സിറ്റൗട്ടാണ്. L ഷേപ്പിലാണ് സിറ്റൗട്ട് കിടക്കുന്നത്. ഇത്രയും ലെങ്ത് ഉണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 8 മീറ്റർ 9 മീറ്ററോളം ലെങ്ത് സിറ്റൗട്ട് ഉണ്ട്. കറക്റ്റ് സ്ഥലത്താണ് അവർ പോർച്ച് കൊടുത്തിട്ടുള്ളത്. ഗേറ്റ് കയറി വന്ന് നേരെ നമുക്ക് പോർച്ചിലോട്ട് വണ്ടി ഇടാം. ഈസി ആക്സസ് ആയിട്ട് പോർച്ച് എടുക്കാനും പറ്റും. ഈ രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. സിറ്റൗട്ട് ആണെങ്കിലും പോർച്ച് ആണെങ്കിലും അവർ സ്ലോപ്പ് റൂഫിലാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ ചെറിയൊരു മാറ്റം എന്ന് വെച്ചാൽ, സാധാരണ നമുക്കറിയാം ഒരു വീട് എന്ന് പറഞ്ഞാൽ ഒരു 2 സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമുക്ക് സിറ്റൗട്ടിലെത്തും. ഇവിടെ ഏകദേശം ഒരു 4 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് നമുക്ക് സിറ്റൗട്ടിലോട്ട് എൻട്രി ആവുന്നത്. 1 2 3 4 സ്റ്റെപ്പ് കഴിഞ്ഞോട് കൂടി നമുക്ക് എന്തെങ്കിലും സിറ്റൗട്ടിൽ എൻട്രി ആവും. ഇതിൻ്റെ ഈ ഭാഗത്ത് ഒരു മാറ്റ് ഫിനിഷ് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലോസി ടൈലാണ്. സിറ്റൗട്ടിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് 2 ടൈലാണ്. 2 ടൈല 1.20 1.40 സിറ്റൗട്ടിൻ്റെ നീളം വരുന്നത്. ഈ സിറ്റൗട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഫുൾ ലെങ്ത്തിലാണ് വരുന്നത്. ഇങ്ങോട്ടും വരുന്നുണ്ട്. ഇതിൻ്റെ L ഷേപ്പ് കണക്ഷൻ ഇങ്ങോട്ടും വരുന്നുണ്ട്. ഇത്രയും ഭാഗത്ത് സിറ്റൗട്ട് ഉണ്ട്. വീടിനെ ടോട്ടലി കവർ ചെയ്ത് സിറ്റൗട്ട് ഉണ്ടെന്ന് പറയാൻ പറ്റും. നമുക്ക് ഇവരുടെ ജനലൊക്കെ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് തേക്കിലാണ്. സാധാരണ ഇവിടെ ഒരു 4 കള്ളി ജനലുണ്ട്. അതുപോലെ ഇവിടെ 180 ഹൈറ്റിൽ ഒരു 2 കള്ളി ജനൽ, അതേപോലെ തന്നെ അവിടെയും ജനൽ വരുന്നുണ്ട്. തേക്കിലാണ് കംപ്ലീറ്റ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, ഡോറൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡോറ് തുറന്ന് കയറി കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു വിശാലമായ സ്പേസിലോട്ടാണ് കയറുന്നത്. കംപ്ലീറ്റ് ഓപ്പൺ കോൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം ഒരു ലിവിങ് സ്പേസ് മോഡൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ഡ്രൈ കോർട്ട്യാർഡ് ഉണ്ട്. അവിടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. എല്ലാം ഓപ്പൺ ആണ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ശരിക്കും അവർ ഷെൽഫ് പോലെ കൊടുത്തിട്ടുണ്ട്. അവരൊരു പൂജാ റൂം പോലെ തന്നെ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു നല്ല ക്ലോക്കൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സീലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സീലിംഗ് മൊത്തം നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ഫുൾ വർക്ക് എടുക്കുന്ന ഒരാൾ ഇത്രയും ക്വാളിറ്റിയിൽ ചെയ്യാൻ നമുക്ക് അവരെ 100% വിശ്വസിക്കാൻ പറ്റും. നമുക്ക് അവരെ ഫുൾ കരാറ് കൊടുക്കുമ്പോൾ ഒരുപാട് പ്രശ്നം ഉണ്ടാവാറുണ്ട്. അവരതിൻ്റെ ഇടയിൽ ലോ ക്വാളിറ്റി മെറ്റീരിയൽ കയറ്റും, വർക്ക് ഇത്ര ഫിനിഷ് ഉണ്ടാവാറില്ല. എന്നാൽ അതിനൊക്കെ സൊല്യൂഷൻ ആയിട്ടാണ് ഇവരുടെ സെയിൻ ബിൽഡേഴ്സിൻ്റെ വർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇങ്ങോട്ട് വന്നാൽ ഇവിടെയാണ് അവരുടെ ലിവിങ് സ്പേസ് വരുന്നത്. ഈ ലിവിങ് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വിശാലമായ ലിവിങ് സ്പേസിന് 2700 സ്ക്വയർ ഫീറ്റിൽ ഇത്രയും വലിയ ലിവിങ് സ്പേസ് കൊടുക്കാൻ പറ്റുമോ എന്ന് വരെ രൂപത്തിലുള്ള അത്യാവശ്യം വിശാലമായ ഒരു ലിവിങ് സ്പേസ് ആണ്. ഇതിൻ്റെ സീലിംഗ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഇവരുടെ മൈക്കിൻ്റെ സെലക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും. എല്ലാം ഒരു വുഡൻ പാറ്റേൺ വരുന്ന മൈക്കാണ്. ആ മൈക്കാണ് അവർ ടോട്ടലി ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഈ LCD നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമാക്കി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മെറ്റൽ റാഡ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി കൊടുക്കുന്ന ഒരു കോംബോ ആണ്. വൈറ്റ് ആൻഡ് വുഡ് ഒരു യെല്ലോ ഷെയ്ഡിലാണ് ഈ ഒരു ചുമര ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ മെയിൻ ലിവിങ്ങും ഈ ഫാമിലി ലിവിങ്ങിന് ഇടയിൽ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം കംപ്ലീറ്റ് ആൻറ്റിക്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സീലിങ്ങും ഈ സീലിങ്ങും എടുത്തു പറയേണ്ട ഒരു ഡിസൈൻ തന്നെയാണ്. ഏതായാലും ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ
ഇവിടെയാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഒരു ഡ്രൈ കോർട്ട്യാർഡ് വരുന്നത്. ഈ കോർട്ട്യാർഡിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇവരുടെ വാഷ് ബേസിൻ യൂണിറ്റ് വരുന്നത്. അതായത് അത്യാവശ്യം നല്ല രീതിയിലാണ് വാഷ് ബേസിൻ ഏത് ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു പ്രിന്റ് കളർ ടൈല് ചെയ്തിട്ടുണ്ട്. ടേബിൾ ടോപ്പിലാണ് ഗ്രാനൈറ്റ്, വാഷ് ബേസിന് എല്ലാം കൂടി ഇറങ്ങുന്ന ഒരു ഫുൾ യൂണിറ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം അവർ ഇതിന്റെ കൂടെ ചെയ്യുന്നത്. അവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വർക്കിൽ നമുക്ക് നല്ലൊരു ഫിനിഷിങ് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ടോട്ടൽ വർക്ക് കൊടുക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഒരു പ്രശ്നങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് അവരുടെ മാസ്റ്റർ ബെഡ്റൂം, ഇവിടെയാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് മാസ്റ്റർ ബെഡ്റൂം ഒന്ന് കാണാം. ഈ ബെഡ്റൂമിനെ കുറിച്ച് അറിയുകയാണെങ്കിൽ സാധാരണ ഇന്റീരിയറിൽ വാൾഡ്രോബിന്റെ സൈസൊക്കെ ഒരു ഫുൾ കോൺട്രാക്ട് എടുക്കുന്ന ടീം ഇത്രയും വലിയ സൈസിലൊക്കെ വാൾഡ്രോബ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് അത്ഭുതമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ട് 4 ഡോറിൽ ഫുൾ ഹൈറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ ഹൈറ്റിലാണ് കൊടുത്തിട്ട് മുകളിൽ മാക്സിമം സ്റ്റോറേജ് ഏരിയ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ എഡ്ജ് ബാൻഡ് ഒക്കെ ഒട്ടിച്ചിട്ട് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. ഈ ജനലിന്റെ ഇത് ആക്ച്വലി ഇത് ബേ വിൻഡോ അല്ല, പക്ഷേ ബേ വിൻഡോന്റെ ഒരു ഫീല് വരുന്ന രൂപത്തിൽ ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. കർട്ടനും ഒക്കെ അവരുടെ ഇൻക്ലൂഡിങ് ചാർജിൽ വരുന്ന സംഭവമാണ്. നല്ല രീതിയിലുള്ള കർട്ടൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ നമ്മൾ ഇരിക്കുന്ന ഈ അടിഭാഗത്തും അവരെന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ഏറ്റവും പോഷായിട്ട് ഏറ്റവും ലക്ഷറി ആയിട്ട് അവർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വാൾപേപ്പറാണ്. ആ വാൾപേപ്പർ കഴിഞ്ഞാൽ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മൈക്കയാണ്. കംപ്ലീറ്റ് ഗ്ലോസി ആൻഡ് മാറ്റ് മൈക്കാണ് ടോട്ടലി ഉപയോഗിച്ചിട്ടുള്ളത്. സീലിംഗ് എത്തുമ്പോൾ സീലിംഗ് ഓരോ റൂമിലും സെപ്പറേറ്റ് ഡിസൈനാണ്. ഈ സീലിംഗ് ഒന്നും കൂടി സ്റ്റൈലായിട്ടുണ്ട്. 4 പ്ലൈവുഡിൻ്റെ പീസ് വെച്ചിട്ട് ഒരു ചെറിയ ഇൻ്റർവെല്ലിലാണ് ചെയ്തിട്ടുള്ളത്. ജിപ്സമാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലൈവുഡിന് കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും നല്ലൊരു ബെഡ്റൂമാണ്. കറക്റ്റ് ബെഡ്റൂമിൻ്റെ സൈസാണ് ചെയ്തിട്ടുള്ളത്. ഒരു 360x420 എന്ന നല്ല സൈസിലാണ് ചെയ്തിട്ടുള്ളത്. ഈ സൈസിൽ നിന്നും അലമാര പോയി കഴിഞ്ഞാലും ബെഡ്റൂം നമുക്ക് സൈസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയാണ് അവർ മിറർ യൂണിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മിറർ യൂണിറ്റ് നല്ല വൃത്തിയിലാണ് ചെയ്തിട്ടുണ്ട്. ഒരു 1mm ഗ്രൂ ഇട്ടിട്ട് മൈക്കിലുള്ള ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. നല്ല വൃത്തിയുണ്ട്. അതേപോലെ തന്നെ ബാത്റൂമിന്റെ ഡോർസിന്റെ സെലക്ഷൻ ആണെങ്കിലും ബാത്റൂം ടൈൽ സെലക്ഷൻ ആണെങ്കിലും ഒക്കെ നല്ല സൂപ്പറാക്കി തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെയാണ് ഇവരുടെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. സെക്കൻഡ് ബെഡ്റൂമും ഫസ്റ്റ് ബെഡ്റൂമും ശരിക്ക് സെയിം സൈസിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ അലമാര ചെയ്തിട്ടുള്ളത് സ്ലൈഡിംഗ് ആണ്. കംപ്ലീറ്റ് ഗ്ലോസി മൈക്ക് ഉപയോഗിച്ച് സ്ലൈഡിങ് അലമാരയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പാർട്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റി തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഫുൾ സ്ലൈഡിങ് ഡോറാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോവ് ലൈറ്റ് കൊടുത്താണ്. ഇവിടെ മാക്സിമം അവർ ഫോട്ടോസ് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അവരുടെ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും അതുപോലെ തന്നെ മകളുടെയും അച്ഛൻ്റെയും അമ്മേൻ്റെയും ഒക്കെ ഫോട്ടോസ് ഉണ്ട്. നല്ലൊരു സ്പേസ് ആയിട്ട് എനിക്ക് ഇത് ഫീൽ ചെയ്തത്. നമുക്ക് ഈ റൂമിലോട്ട് വരുമ്പോൾ ശരിക്കും ഒരു അട്രാക്ഷൻ വരുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും കുറേ ഭാഗം പ്ലെയിന് കൊടുത്തിട്ട് ആ ഒരു ഭാഗം ഒരു 4 ഇഞ്ചിൽ ചെറിയൊരു 1mm ഗ്രൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു നല്ല സ്റ്റാൻഡേർഡ് ഡിസൈൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം സീലിംഗ് ആണെങ്കിൽ സീലിംഗ് മേജർ പോർഷൻ സീലിംഗ് ജിപ്സം കൊടുത്തിട്ട് ഈ ഒരു എൻഡിൽ മാത്രം അവർ പ്ലൈവുഡ് കൊടുത്തു. ഇത്രയും ഏരിയ പ്ലൈവുഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ട് ഹാങ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മിറർ യൂണിറ്റിന് സ്പേസ് ഉണ്ട്. ചെറിയൊരു മേക്കപ്പ് ഏരിയ ആയിട്ടിട്ട് മിറർ ശരിക്കുള്ള മിറർ കൊടുത്തിട്ടുള്ള ഈ ഒരു ബാത്റൂമിൻ്റെ ഈ ഒരു ഭാഗത്ത് തന്നെ. ഇത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സെയിം ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലും ബാത്റൂമിൻ്റെ ടൈലിൻ്റെ സെലക്ഷൻ ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് അവരുടെ ഡൈനിങ് ഏരിയ ഉള്ളത്. അതായത് കിച്ചണിന്റെ കറക്റ്റ് എടുത്ത് നമുക്ക് ഭക്ഷണമൊക്കെ നേരിട്ട് പാസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ വളരെ നിയറസ്റ്റ് ആയിട്ടാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തത്. ഒരു 6 സീറ്റിംഗ് ഡൈനിങ് ടേബിളാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിന്റെ താഴെയാണെങ്കിലും ഹൈറ്റ് ഒക്കെ അവർ മാക്സിമം കീപ്പ് ചെയ്തിട്ടുണ്ട്. ഹൈറ്റിന്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രൂപത്തിൽ നല്ലൊരു സ്പേസസ് ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡൈനിങ് ഏരിയ സെറ്റ്. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു കോക്കറിങ് ഷെൽഫ് ചെയ്തിട്ടുണ്ട്. അതും നമ്മുടെ നേരത്തെ പറഞ്ഞ ലിവിങ് ഡൈനിങ് ഒക്കെ ഡിസൈനിലേക്ക് മാച്ച് ആകുന്ന രൂപത്തിൽ ഒരു വുഡൻ വൈറ്റ് കോംബോ ആണ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ പറഞ്ഞു ഇതിന്റെ തൊട്ടടുത്താണ് അവരുടെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കിച്ചൺ C ഷേപ്പിൽ ഇതിന് 3 ഭാഗങ്ങളിലായിട്ട് ഇതിന്റെ ഷെൽഫുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ബേസ് യൂണിറ്റും ടോപ്പ് യൂണിറ്റും ഒരേ ലെവലിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് കിട്ടുന്ന കിച്ചണിൽ മാക്സിമം വേണ്ടത് സ്റ്റോറേജ് ആണ്. ആ സ്റ്റോറേജ് ഏരിയ മാക്സിമം കൊടുക്കുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇവിടെയാണ് അവരുടെ ഫ്രിഡ്ജ് വരുന്നത്. ഫ്രിഡ്ജിന്റെ ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് വരുന്നത് ഗ്ലാസ് ഡോറാണ്. ഗ്ലാസ് ഡോർ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പം എന്ത് ചെയ്യും, കംപ്ലീറ്റ് എന്താണ് അവിടെ വെച്ചത് കറക്റ്റ് കാണാൻ പറ്റും. എപ്പോഴും കിച്ചൺ ചെയ്യുമ്പോൾ കുറഞ്ഞൊരു ഭാഗം ഓപ്പണബിളും കുറഞ്ഞൊരു ഭാഗം ഗ്ലാസ് ഡോറും ആക്കി കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരമാണ്.
ഇനി ഈ ഭാഗമൊക്കെ ഫിക്സ്ഡ് കൊടുക്കുമ്പോൾ ഈ ഭാഗം ഞാൻ പറഞ്ഞ പോലെ ഓപ്പൺ ആയി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓവൻ ആണെങ്കിലും ഇൻഡക്ഷൻ കുക്കർ ആണെങ്കിലും എല്ലാത്തിനും സ്പേസ് കണ്ടിട്ടുണ്ട്. ഇവിടെ അവർ നോബും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ചിമ്മിണിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ടോപ്പ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ 2 ചെറിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞു സി ഷേപ്പിലാണ് ഈ ഒരു ഭാഗത്ത് മാക്സിമം സ്റ്റോറേജ്. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ക്ലയൻറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രൂപത്തിലുള്ള ഡിസൈൻ കൊടുത്ത് ആ ഡിസൈൻ കറക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ സെയിൻ ബിൽഡേഴ്സ് ശ്രദ്ധിച്ചിട്ട് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഇതിന്റെ സീലിംഗിന്റെ ഡിസൈൻ കംപ്ലീറ്റ് ജിപ്സ് ആണ്. സാധാരണ എല്ലാ റൂമിലും ചെറിയൊരു പ്ലൈവുഡ് കണക്ഷൻ കൊടുത്തപ്പോൾ കിച്ചണിൽ വന്നപ്പോൾ കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ജിപ്സം സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ലൈറ്റ്സ് ഒക്കെ മാക്സിമം ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും നമുക്കറിയാം ഇങ്ങനെ വർക്ക് എടുക്കുന്ന ആളുകൾ 1-2 ലൈറ്റ്സ് അല്ലെങ്കിൽ 4 ലൈറ്റ്സ് ഒക്കെ കൊടുക്കുള്ളൂ. ഇവിടെ നമുക്കറിയാം അത്യാവശ്യം മാക്സിമം വെളിച്ചം വരാവുന്ന ഫുൾ ലൈറ്റ് സീലിംഗിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ വർക്ക് ഏരിയയാണ്, നമുക്ക് വർക്ക് ഏരിയയിലോട്ട് പോകാം. അപ്പോൾ ഇതിന്റെ വർക്ക് ഏരിയയും കൂടി നമുക്ക് കാണാം. ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് 2700 സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ളത്. ഈ ഫുൾ വർക്കും സെയിൻ ബിൽഡേഴ്സ് ചെയ്തതാണ്. ഇപ്പോൾ വർക്ക് ഏരിയ നല്ല സ്പേഷ്യസ് ആയിട്ട് വർക്ക് ഏരിയ ഉണ്ട്. ഇവിടെ നമുക്ക് ഗ്യാസ് അടുപ്പ് വെക്കാം, ഒരു സിങ്ക് ഉണ്ട്, കംപ്ലീറ്റ് ടൈൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ 12 സെന്റിൽ എത്രമാത്രം സ്ഥലം ഉണ്ട് അറിയാൻ പറ്റും. ഇവിടെ ചെറിയ കോമ്പൗണ്ടുകൾ തിരിച്ചിട്ട് കുറഞ്ഞ ഭാഗം പൂർണ്ണമായിട്ട് മുറ്റാക്കിയിട്ടും ഈ വീടിന്റെ ചുറ്റും ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് നല്ല വൃത്തിയായിട്ടുണ്ട്. കറക്റ്റ് സ്പേസിൽ ഒരു ഏകദേശം ചെറിയൊരു വണ്ടിയൊക്കെ വരുന്ന രൂപത്തിൽ തന്നെ നല്ല സ്പേസസ് ആക്കി തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റും ഇത്രയും ഡിസ്റ്റൻസിൽ ഫുള്ളായിട്ട് അത് ആ സൈഡിലും ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു 12 സെന്റിൽ 2700 സ്ക്വയർ ഫീറ്റ് വീട് ആപ്റ്റ് ആണെന്ന് നമുക്ക് ഇത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ അതിൻ്റെ ഈ വാഷിങ്ങിനുള്ള കല്ലും അതുപോലെ സെപ്റ്റി ടാങ്കും റെയിൻ വാട്ടർ സ്റ്റോറേജും എല്ലാം ഇതിൻ്റെ കൂടെ സെറ്റാക്കിയിട്ടുണ്ട്. കോമ്പൗണ്ട് വാളും ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് അവർ കുഴൽക്കിണറുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്ത് കുറച്ച് സ്ഥലം കമ്മിയാണ്. ആ ഭാഗത്ത് അവർ മാക്സിമം സ്ഥലത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അപ്സ്റ്റെയറിലെ കാഴ്ചയാണ് പറയാനുള്ളത്. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഹാൻഡ് റെയിൽ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഹാൻഡ് റെയിൽ സാധാരണ എക്സ്പെൻസ് കുറക്കുന്ന ആളുകൾ ചെയ്യുന്ന ഒരു പരിപാടി ഇവർ എടുത്തിട്ടില്ല. ഫുൾ ഹാർഡ് വുഡിലാണ് ഹാൻഡ് റെയിലിന് ടോപ്പ് കൊടുത്തിട്ടുള്ളത്. ഇതാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫ്രെയിമാണ്, ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ടൈലാണെങ്കിൽ 2x4 ടൈലാണ് ടോട്ടലി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റെയറിലേക്ക് പോകാം. ഇപ്പോൾ ഒരു എൽ ഷേപ്പിലെ ഷെയറാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ നമുക്ക് സി ടൈപ്പിലാണ് കൊടുക്കൽ. എൽ ഷേപ്പിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി സ്പേസ് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കയറി വന്നാൽ ഒരു ചെറിയ സ്ലാബ് കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട്. ഈ സ്ലാബ് വഴി നമ്മൾ എത്തുന്നത് നല്ല വിശാലമായ അപ്പർ ലിവിങ് സ്പേസിലോട്ടാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഡ്രൈ കോട്ടിയാട്, ഒരു ചെറിയൊരു ഡ്രൈ കോട്ടിയാട് കൊടുക്കുമ്പോൾ അങ്ങോട്ട് വെളിച്ചം വരാൻ വേണ്ടിയിട്ട് മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് പർഗോളിങ് ഗ്ലാസും ചെയ്തിട്ടുണ്ട്. ആ പർഗോളിങ് ഗ്ലാസും ചെയ്തിട്ട് ഇവിടെയാണ് ഇത്രയും വിശാലമായ ഒരു അപ്പർ ലിവിങ് ഏരിയ സെറ്റ് ചെയ്ത് 2 ഭാഗത്തും സോഫ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞത് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടില്ല, അവർ ഹസ്ബൻഡിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് സെറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ സെയിൻ ബിൽഡേഴ്സിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അവരെല്ലാം ഇന്റീരിയറൊക്കെ ചെയ്ത് ഫുൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. നല്ല വിശാലമായ ബെഡ്റൂംസ് ആണ്. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ബെഡ്റൂമിൻ്റെ താഴെ തന്നെയാണ്, മുകളിൽ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് സ്ലൈഡിങ് വാൾഡ്രോബാണ്. നല്ല സ്പേഷ്യസ് ആയിട്ട് നല്ല വൃത്തിയിൽ തന്നെ സ്ലൈഡിങ് വാൾഡ്രോബ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നേരത്തെ കൊടുത്ത് മാറ്റം വരുത്തി. നേരത്തെ ഇവിടെയാണ് മിറർ യൂണിറ്റ് ഉണ്ടായിരുന്നത്. ഈ മിറർ യൂണിറ്റ് ഈ ഒരു ഭാഗത്തോട്ട് മാറ്റിയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ബാത്റൂമിൻ്റെ ഡോർസും അതിൻ്റെ ക്ലോസറ്റും ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ ലിവിങ് സ്പേസിൻ്റെ മുകളിലാണ്, അത് ഫ്രണ്ടേജ് മൊത്തം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ലിവിങ് സ്പേസിൻ്റെ മുകളിലാണ് രണ്ടാമത്തെ ബെഡ്റൂം എടുത്തിട്ട്. മൊത്തം 4 ബെഡ്റൂമാണുള്ളത്. 4 ബെഡ്റൂമാണ്. അപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂം എടുത്തത് ഈ ഒരു ഭാഗത്താണ്. ആ ഒരു ഭാഗത്ത് നല്ല വാർഡ്രോബ് ഉണ്ട്. എല്ലാം യൂസ് ചെയ്ത് ഒറ്റ മൈക്കാണ് ടോട്ടലി യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് കയറുമ്പോഴത്തേക്കും നല്ലൊരു ഫീല് വരുന്നുണ്ട്. ഇനി ഇത് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് മിറർ യൂണിറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാത്റൂമിൻ്റെ ഡോർ ആണെങ്കിലും സെയിം ഡിസൈൻ എല്ലായിടത്തും കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ഓരോ ബാത്റൂമും ചെയ്തിട്ടുണ്ട്. ഇനി 2 ഭാഗത്തായിട്ടുണ്ട് ഓപ്പൺ ടെറസ്. ഇത് നമ്മുടെ അടിയിലെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെയും ആ ബാത്റൂമിൻ്റെയും ഏരിയ. ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. കംപ്ലീറ്റ് ഷീറ്റൊക്കെ ഇട്ടിട്ട് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് ആക്കി ചെയ്തിട്ടുണ്ട്. അതേസമയം ഇവിടെയും അവർക്കൊരു ഓപ്പൺ ടെറസ് ഉണ്ട്. ഈ ഒരു ഭാഗത്തും ഓപ്പൺ ടെറസ് ഉണ്ട്. ഈ ഓപ്പൺ ടെറസ് എന്ത് ചെയ്തിട്ടുണ്ട്, ടോട്ടലി ഷീറ്റൊക്കെ കുറഞ്ഞ ഭാഗം ഷീറ്റിട്ടുണ്ട്. പിന്നെ അവർക്ക് മുകളിലോട്ട് കയറാൻ വേണ്ടി സ്റ്റെയറിൻ്റെ ഭാഗം ഒരു ഫ്ലാറ്റൊക്കെ വാർത്തുള്ളത്. മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് എന്തിട്ടുണ്ട്, അവർ സ്റ്റെയറിൻ്റെ ഭാഗം ഷീറ്റിട്ടിട്ടില്ല. ഇനി ഇത്രയൊക്കെയാണ് ഈ വീടിനെ കുറിച്ച് പറയാനുള്ളത്. സെയിൻ ബിൽഡേഴ്സിന് കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കൊടുക്കുക. ഒരു ചെറിയ ബാൽക്കണിയും കൂടി അവർ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞു
സെൻട്രലൈസ് ചെയ്ത ഡിസൈനാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തും കൂടി ഒരു ബാൽക്കണി വീടിനെ മൊത്തത്തിൽ കാണാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് എത്ര മുറ്റം സ്പേസ് ഉണ്ടെന്ന് നോക്കാൻ പറ്റും. നല്ല വിശാലമായ മുറ്റം തന്നെയുണ്ട്. ഒരു 12 സെൻറ്റിലൊക്കെ വീട് കയറ്റുകയാണെങ്കിൽ എത്ര മുറ്റം ഉണ്ടാവും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ലൈക്കും ഷെയറും കമൻറ്റൊന്നും മറക്കാതിരിക്കുക. സെയിൻ ബിൽഡേഴ്സിന് നമ്പർ കൊടുക്കുക, അവരെ പറ്റുന്നവരൊക്കെ അവരെ കോൺടാക്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ എൻ്റെ ടീം നമ്മുടെ കൂടെ ഉണ്ട്. ഇതിൻ്റെ കോൺട്രാക്ടർ ആൻഡ് ബിൽഡേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ അച്ഛനുണ്ട്, ചേച്ചിയുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു വർക്ക് എടുത്ത് കഴിഞ്ഞാൽ ഒരു ക്ലയൻറ്റ് എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണ് നമുക്ക് അറിയണം. എന്നാലും നമുക്ക് അവർക്ക് വർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ എപ്പോഴും പറഞ്ഞു, ഷൂട്ട് ചെയ്യാനുള്ള ഒരു പെർമിഷൻ തന്നാൽ തന്നെ ആ ബിൽഡേഴ്സ് ഓക്കെ നമുക്ക് മനസ്സിലാക്കാം. പലപ്പോഴും ഒരു ഫുൾ വർക്ക് സാധാരണ നമ്മളൊക്കെ എടുക്കുമ്പോൾ പ്ലാസ്റ്റിക് വരെ എടുക്കാറുള്ളൂ. അതിന് ഒരുപാട് കോംപ്ലിക്കേഷൻ വരുന്നതുകൊണ്ടാണ്. ഇവിടെ ഇവർ A to Z വർക്കാണ് സെയിൻ ബിൽഡേഴ്സ് എടുത്തിട്ടുള്ളത്. ആ ഫുൾ വർക്ക് എടുത്ത് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞ് ഒരു വിത്തിൻ 1 month കൊണ്ട് ഹൗസ് വാമിങ്ങിന് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവരോട് തന്നെ അഭിപ്രായങ്ങൾ ചോദിക്കാം. അച്ഛൻ എന്താ പറയാനുള്ളത്? വർക്ക് എന്നാ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്? ഇപ്പോൾ 1.5 വർഷം പ്ലാൻ മുതൽ ഇവരാണോ ചെയ്തത്? അതെ. എത്ര സെന്റ് സ്ഥലമുണ്ട്? ഇത് 12 സെന്റ് സ്ഥലമാണ്. ഇപ്പോ ഈ വീട് ഇങ്ങനെ ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആയിട്ടുള്ളത്? ഉദ്ദേശിച്ച പോലെ തന്നെ ആയത്. നമ്മളിതിൻ്റെ ഒരു മോഡൽ ഇവർക്ക് കൊടുത്തു. അപ്പോൾ അതുപോലെ തന്നെ അവർ ചെയ്തു. ആദ്യം നിങ്ങളൊരു മോഡൽ കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്തു. കറക്റ്റ് സമയത്ത് തന്നെ അവർ തീർത്തു? സമയം തീർക്കാൻ, പക്ഷേ അവരപ്പോൾ അന്നേരം കോവിഡിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് 1.5 വർഷത്തിനുള്ളിൽ തന്നെ തീർത്തിട്ടുണ്ട്. എന്താണ് നല്ല അഭിപ്രായം, നല്ല വർക്കാണ്. സമയത്തിന് നമുക്ക് കാഫി കുടിക്കാനുള്ള ഒരു സൗഹൃദം പുതുതായിട്ടുണ്ടായി എന്നുള്ളത്. പിന്നെ നമ്മളോട് അന്വേഷിച്ചവരോടുള്ള ഇവരെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് മറ്റ് ബിൽഡിങ്ങുകൾ. അവരോട് നമ്മൾ നല്ലൊരു അഭിപ്രായം തന്നെ അവരോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അവരെ വർക്ക്. എന്താണ് ചേച്ചിന്റെ അഭിപ്രായം? വീട് ഉദ്ദേശിച്ച പോലെ തന്നെ ആയിട്ടുണ്ടോ? വീട് നമ്മൾ ആദ്യം മോഡൽ കൊടുത്ത പോലെ തന്നെ ആയിട്ടുണ്ട്. വീട് എക്സ്റ്റീരിയർ. ഇന്റീരിയർ ഇവരാണ് ഫുൾ ചെയ്തു തന്നത്. ഒറ്റ ഡിസൈനിൽ തന്നെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. 3D ഒറ്റ തരേണ്ടി വന്നിട്ടുള്ളൂ തോന്നുന്നല്ലേ. അതിൽ തന്നെ ഏകദേശം അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഹാപ്പിയാണ്. ഏതായാലും ഇതിന്റെ MD നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ചോദിക്കാം, എന്താണ് നിങ്ങളുടെ കസ്റ്റമറെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മളെ കസ്റ്റമറെ കുറിച്ചിട്ട് നല്ല അഭിപ്രായം. കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും അവർ അംഗീകരിച്ച് തന്നിരുന്നു. അതന്നെയാണല്ലോ നമുക്ക് അഭിപ്രായം. അപ്പോൾ അവരോട് എന്ത് കാര്യങ്ങൾ ഇത് ഇങ്ങനെയാവും, ഇവിടെ നന്നായിട്ട് വരും എന്ന് പറഞ്ഞാൽ അവരത് സമ്മതിച്ചു തന്നിരുന്നു. അപ്പോൾ അതാണ് നമ്മളും ഇവരും തമ്മിലുള്ള ഒരു റിലേഷൻ. കാരണം പല കസ്റ്റമറും ഉണ്ട്, അവിടെ എനിക്ക് ഇന്നത് വേണം. ചിലപ്പോൾ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ആ ഭാഗത്ത് അത് വെച്ചാൽ തീരെ ഇതുണ്ടാവില്ല, വൃത്തികേടായിരിക്കും. അപ്പോൾ ഇവരോട് നമ്മൾ ഡിസൈൻ കാണിച്ച് ഫസ്റ്റ് ഡിസൈനിൽ തന്നെ ഇവർക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കി നടത്തിയാൽ മതി എന്നുള്ള ഒരു സംഭവത്തിലാണ് ഇവർ നമ്മൾക്ക്. അതുകൊണ്ടാണ് വീട് ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞത്. നമുക്ക് കൺക്ലൂഷൻ ആയിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ A to Z വർക്ക് ഒരു ടീമിന് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. അതൊന്നെങ്കിൽ യൂട്യൂബ് വഴി ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ഫോം വിളിച്ചിട്ടെങ്കിലും ഈ വർക്ക് കോൺട്രാക്ടറോ അല്ലെങ്കിൽ ബിൽഡേഴ്സോ പറഞ്ഞത് കേൾക്കാതെ അവരുടെ ഒരു സാറ്റിസ്ഫൈഡ് ആയ ക്ലയൻറ്റിനെ നിങ്ങൾ നേരിട്ട് വിളിച്ച് അവരുടെ ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷമാണ് നിങ്ങൾ ഇത്തരം വർക്കുകൾ ഏൽപ്പിക്കേണ്ടത്. കാരണം ഒരുപാട് തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നതുകൊണ്ടാണ്. ഇതേപോലെ ഈ ഹൗസ് വാമിങ്ങിൻ്റെ തലേന്ന് പോലും ഇത്രയും പോസിറ്റീവ് ഫീഡ്ബാക്ക് പറയുന്ന ഒരു ക്ലയൻറ്റ് ഉണ്ടെങ്കിൽ അത്തരം ബിൽഡേഴ്സിന് നമുക്ക് 100% വർക്ക് കൊടുക്കാം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ സെയിൻ ബിൽഡേഴ്സിന് നമ്പർ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.